തമ്പുരാട്ടി ഇതുവരെ എണീറ്റ് വരാനായിട്ടില്ല തോന്നുന്നു. അല്ല രാവിലെ നീച്ചതാണല്ലോ, എന്നിട്ട് എവിടേക്ക് പോയത്? ഈ വഴിക്കൊന്നും കിട്ടിയല്ല. അല്ലെങ്കിൽ ഇപ്പാക്ക് മരുന്ന് കൊടുക്കണം, ഗുളിക കൊടുക്കണം എന്ന് ഞങ്ങളുടെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പരക്കം പൈന കാണാം. ആ സെഫിയാന്റെ പെരേക്ക് പോയിട്ടുണ്ടാവും. ഓളാണല്ലോ, ഓളും മകളും ആണല്ലോ കമ്പനി. ഇന്നെക്കാട്ടി വലുത് ഓൾക്കും ഓളോളം മകളുമാണ്. എന്ത് കൈവശമാണ് ആ പെണ്ണോൾക്ക് കൊടുത്തിക്കണത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓളോട് ചെന്ന് പറയുന്നതാണ്. ഓളെ ഉപദേശം കേട്ടിട്ടാണ് ഓൾ ഇവിടെ കിടന്നുകാണ്ട് ഇതാവല്. ഇനിയിപ്പോൾ ഓൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഓൾ ഞാൻ കോളേജിന്റെ പടി കയറൂല. ഇമ്മൂസ് എനിക്ക് ചായ തരി. മറ്റവള് ഇതുവരെ എണീറ്റിയില്ലേ? അല്ല പുറത്തൊക്കൊന്നും കാണാനില്ല. ഓ, തമ്പുരാട്ടി എണീറ്റിക്കണോ ഇല്ല എന്നുള്ളതേ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെയായിട്ട് എന്തായാലും അടുക്കളയൊക്കെ വന്നിട്ടില്ല. അല്ലടി മോളെ, ഈ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫോൺ ഓളെടുത്ത് വാങ്ങിയത്. എന്നിട്ട് എന്തായി? വല്ല കാര്യം നടന്നാ? ഞാൻ ഇന്നലെ ആ നമ്പറിൽ കുറേ അടിച്ചു നോക്കി. എത്ര നേരം വിളിച്ചതെന്നറിയോ? പക്ഷെ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇന്നെന്തായാലും ഒന്ന് വിളിച്ചു നോക്കണം. എടി, ഞാൻ പറഞ്ഞെന്ന പോലെ പറയണട്ടാ. എല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കള്ളത്തരൊക്കെ മനസ്സിലാവും. ഓളെ പേടി ഉണ്ടായിട്ടല്ല അമ്മക്ക്. ആ ചെക്കൻ എങ്ങനത്തെ ചെക്കനാ നമുക്ക് അറിയില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഉമ്മ പേടിക്കണ്ട. ഇനി ഒരു കാര്യത്തില് സംശയം വരാത്ത രീതിയിൽ ഞാൻ വിളിച്ച് സംസാരിച്ചോണ്ട് അവനോട്. എന്തായാലും ചായ വേണ്ട, ഞാനേ കുറച്ചുകൊണ്ട് കുടിച്ചോണ്ട് ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. പെണ്ണ് മണ്ടി പോയി വിളിച്ചിട്ടേ എന്തൊക്കെയാണാവോ. ഞാൻ പറഞ്ഞെടുത്ത പോലെ ഒന്നും പറയില്ലാണാവോ. തലക്ക് വെളിയില്ലാത്ത പെണ്ണാണ്.